ഗൈസ്, ഞാൻ ഇപ്പൊ ഒരു സിനിമ കണ്ടു. ആ ഒരു ഹാങ് ഓവറിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് ഇതുവരെ പോയിട്ടില്ല. അതിപ്പോ സമയം 12 മണിയായി. സിനിമ കണ്ടു തീർന്നതേ ഉള്ളൂ. എനിക്ക് ഇപ്പൊ തന്നെ ഈ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഈ ഇടയ്ക്കൊന്നും ഇത്രയും അഡ്രിനാലിൻ റഷോടുകൂടി സ്റ്റാർട്ടിങ് ടു എൻഡ് ഞാനൊരു സിനിമ കണ്ടിട്ടില്ല. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ടു എൻഡ് ഈ സിനിമയിൽ ഒരൊറ്റ സാധനമേ ഉള്ളൂ: ഫൈറ്റ്, അടി. തൊട്ടപ്പോ തൊട്ട് അവസാനം വരെ ഒരു രക്ഷയില്ലാത്ത കുറെ ഫൈറ്റ് സീനുകൾ. സ്റ്റോറി ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. സ്ക്രീൻ പ്ലേ ആയിട്ടും പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ആകെ ഉള്ളത് കുറെ ഫൈറ്റ് സീനുകളാണ്. തുടക്കം തൊട്ട് അവസാനം വരെയുള്ള കുറെ ഫൈറ്റ് സീനുകളാണ്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവന്മാർ ഇത് എങ്ങനെയാണ് എടുത്തത് എന്ന് ചിന്തിക്കുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് 2026 പുറത്തിറങ്ങിയ ദ ഫ്യൂരിയസ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. തിയേറ്ററിൽ കാണുന്നുണ്ടായിരുന്നു, പക്ഷെ ഷോകളുടെ അതിപ്രസരം കാരണം കാണാൻ പറ്റിയില്ല. OTT ഇറങ്ങിയപ്പോ ഇരുന്ന് കണ്ടതാണ്. എന്റെ പൊന്നളിയ, എന്റെ കിളി പോയി. ഒരു 10-15 മിനിറ്റ് വരെ നോർമലി ഒരു സിനിമ പോകുന്ന ഒരു സിനിമ പോവും. 15ാമത്തെ മിനിറ്റിൽ ഒരു കിഡ്നാപ്പിംഗ് നടക്കും. അപ്പൊ തുടങ്ങുന്ന ഫൈറ്റ് ആണ്. പിന്നെ അങ്ങോട്ട് അവസാനം വരെ ഫൈറ്റോട് ഫൈറ്റ് ആണ്. പല തരത്തിലുള്ള ഫൈറ്റ്, ഒരാളുമായിട്ടുള്ള ഫൈറ്റ്, രണ്ടാളുമായിട്ടുള്ള ഫൈറ്റ്, 100 ആളുമായിട്ടുള്ള ഫൈറ്റ്, എല്ലാം വളരെ അടിപൊളിയായിട്ട് കാണുന്ന നമുക്ക് കയറിങ്ങി പിടിക്കാൻ തോന്നും. ആ രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു മോൾക്ക് വേണ്ടിയിട്ട് ഒരച്ഛൻ ഏതറ്റം വരെ പോവും, അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അയാളുടെ ലിമിറ്റ്സ്, അയാൾ ഏതറ്റം വരെ പുഷ് ചെയ്യും എന്നൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള കാണിച്ചിട്ടുള്ള സിനിമയാണ്. ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്നു. ആ കുഞ്ഞിനെ അന്വേഷിച്ച് കുഞ്ഞിന്റെ അച്ഛൻ പോകുന്നു. ഇയാളുടെ കൂടെ തന്നെ വേറൊരു ജേർണലിസ്റ്റിനെ അന്വേഷിച്ച് അവളുടെ ഭർത്താവും പോകുന്നു. ഇവർ രണ്ടുപേരും ഒരു പോയിന്റ് വെച്ച് ഒരുമിച്ച് കൂടിയിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് അന്വേഷിക്കാൻ പോകുന്നു. ഇവർ നേരെ ചെന്ന് കയറുന്നത് ആ സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ഹ്യൂമൻ ട്രാഫിക് ഗ്യാങ്ങിന്റെ ഇടയിലാണ്. അവന്മാരുടെ ഇടയിൽ നിന്ന് ഇവരെങ്ങനെ രക്ഷിക്കും, ഇവന്മാർ ഇവിടെ നിന്ന് എങ്ങനെ ജീവനും കൊണ്ട് പുറത്തു വരും, ഒരു 100 പേര് ഇവന്മാരെ ഇടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവന്മാർ എങ്ങനെ അവരെ ഇടിച്ചിട്ട് പുറത്തു വരും എന്നൊക്കെ വളരെ അടിപൊളിയായിട്ട് സിനിമ കാണിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ് സീനുകൾ. ചില സീനിലൊക്കെ നമുക്ക് കയറി ഇടിക്കാൻ തോന്നും. നമുക്ക് പ്രത്യേകിച്ച് കഴിവുകളും സ്കില്ലൊന്നും ഇല്ലെങ്കിലും കയറി 2 ഇടിയെങ്കിലും ഇടിക്കാൻ തോന്നും. അങ്ങനെ അടിപൊളിയായിട്ട് ഈ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ ലാസ്റ്റ് ഒരു 20 മിനിറ്റ് ഫുൾ സ്ട്രെച്ച് ഫൈറ്റ് ഉണ്ട്. 20 മിനിറ്റ് കണ്ടിന്യൂസ് ഫൈറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും 20 മിനിറ്റ് ഒക്കെ അടി കണ്ടുകൊണ്ടിരുന്നെങ്കിൽ നമുക്ക് ബോർ അടിക്കൂലെന്ന്. ഒരിക്കലും ഇല്ല. അതിങ്ങനെ എന്താ പറയാ, ആദ്യം 2 പേര്, പിന്നെ 3 പേര്, പിന്നെ 4 പേര്, പിന്നെ 6 പേര്, ഇങ്ങനെ എൻഗേജിങ് ആയിട്ട് വെറും ഫൈറ്റ് കൊണ്ട് മാത്രം 2 മണിക്കൂർ പടം കൊടുത്ത് ആൾക്കാരെ ഒട്ടും തന്നെ ബോറടിപ്പിക്കാതെ കാണിക്കാനും പറ്റി. തിയേറ്ററിൽ കണ്ടവരാണെങ്കിൽ ഗൈസ്, യു ആർ ലക്കി. എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. ഇത് തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസും കുറച്ചുകൂടെ അടിപൊളിയാണ്. ഒരു പുള്ളിക്കാരനുണ്ട്. ഈ പുള്ളിക്കാരനാണ് തന്റെ മോൾ അന്വേഷിച്ച് പോകുന്നത്. ഇയാളുടെ ആറ്റിറ്റ്യൂഡും ഇയാളുടെ കുറെ ഫൈറ്റിംഗ് സ്റ്റൈലും ഇയാളുടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഫാൻ ആയി പോകും. ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് സീനുകളൊക്കെ അവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ സിനിമ നിങ്ങൾക്കുള്ളതാണ്. ഒന്നും തന്നെ പറയാനില്ല. തീർച്ചയായിട്ടും കണ്ടുനോക്കുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഹോങ്കോങ്ങിലാണ് സിനിമ കഥ നടക്കുന്നത്, പക്ഷെ ഇംഗ്ലീഷിലാണ് സിനിമ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല കാണുന്നതിന്. അതുപോലെ ഡയലോഗ് വളരെ കുറവേ ഉള്ളൂ. ഫുൾ ഇടി മാത്രമാണ്. വളരെ കുറച്ച് മാത്രം ഡയലോഗ് ഉള്ളൂ. നമ്മുടെ മെയിൻ ക്യാരക്ടറിന് സംസാരിക്കാൻ പോലും പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് തരത്തിലുള്ള ഡയലോഗുകളായിരിക്കും എന്ന്. വളരെ കുറവ് ഡയലോഗുകളും വളരെയധികം കൂടുതൽ പ്രവൃത്തികളുമാണ് ഈ സിനിമയിലുള്ളത്. അപ്പൊ നിങ്ങൾ ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒരു കാരണവശാലും ഈ സിനിമ മിസ്സാക്കരുത്. തീർച്ചയായിട്ടും കാണുക. സിനിമയുടെ പേര് ഫ്യൂരിയസ്.